ഒഴുകി അറിയാതെ ഒരുപോലെ തമ്മിൽ കളറുമൊരു പേരോ കവിത എഴുതുവാൻ രാഗം കരളിൻ്റെ കാലിൽ അതിലെ വരി നീയല്ലേ പുലരി വരുകില്ലും വാതിലിൽ അകമേ നീയില്ലാതെ എരിമുകയില്ലും വാഴ്വിലേ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി എല്ലാവർക്കും ഓഡിയൻസിനെ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. 94 മിമിക്സ് ആക്ഷൻ 500 എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഷാജു ഞാനൊക്കെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 30 കൊല്ലമായി കുറേ സിനിമകളിൽ ഞങ്ങൾ അഭിനയിച്ചു. ഇതൊരു വലിയ സന്തോഷകരമായ നിമിഷമാണിത്. ഷാജുവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അഭിനയ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല ഒരു വേഷമാണ് ഈ സിനിമയിൽ. അതിന് അങ്ങനെ ഒരു വേഷം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ മനസ്സ് കാണിച്ച് ഡോൺ മാക്സിന് നന്ദി പറയുകയാണ്. ഒപ്പം ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ. ഈ സിനിമയ്ക്ക് ശുക്രനടിക്കട്ടെ. ശുക്രനടിക്കട്ടെ എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ വെച്ച് ശുക്രൻ സിനിമയും കൂടെ റിലീസ് ആവുന്നുണ്ടോ ഒറ്റയടിക്ക് നടക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഒരു സമയത്ത് മലയാള സിനിമ സംവിധായകൻ്റെയോ അല്ലെങ്കിൽ അതിലെ പ്രധാന നടൻ്റെയോ പ്രൊഡ്യൂസറിൻ്റെയോ പ്രൊഡക്ഷൻ കമ്പനിയുടെയോ ഒക്കെ പേരിൽ അറിയപ്പെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത് മാറി മലയാള സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പേരിൽ അതാരാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആരാണ്, എഡിറ്റർ ആരാണ്, ഇതെല്ലാം നോക്കിയിട്ട് ക്യാമറ DOP ആരാണെന്നൊക്കെ നോക്കിയിട്ട് മലയാളികൾ സിനിമ കാണുന്നൊരു കാലമാണ്. മലയാള സിനിമ വളർന്നതോടൊപ്പം മലയാളികളെയും സിനിമ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന മലയാളികളെ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ച, അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനെ തപ്പിപ്പിടിക്കാൻ ഒരു സിനിമ അവരുടെ മനസ്സിലേക്ക് അത്രത്തോളം എത്തിച്ച ഒരുപാട് ഗംഭീര ടെക്നീഷ്യൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിന് ഒരു പ്രചോദനമായത്, അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ച മിടുക്കന്മാരിൽ ഒരാളാണ് ഈ സിനിമയുടെ എഡിറ്ററും റൈറ്ററും ഡയറക്ടറും എല്ലാമായ മിസ്റ്റർ ഡോൺ മാക്സ്. ഒരു സമയത്ത് പ്രത്യേകിച്ച് ഷാജേട്ടൻ്റെ ഒക്കെ സിനിമയിലൂടെ ഇത് ആരാണിത് കട്ട് ചെയ്തേക്കുന്നത്, എന്തൊരു വല്ലാത്ത, ഇതുവരെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഗംഭീര കട്ട്സുമായിട്ട് വന്ന ഈ എഡിറ്റർ ആരാണെന്ന് തപ്പിപ്പിടിച്ച് ഞങ്ങൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഒരുപാട് പേരങ്ങനെ ചോദിച്ച് കണ്ടുപിടിച്ച ഒരു പേരാണ് ഡോൺ മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ, അത് ഈ സിനിമയിലൂടെയും അദ്ദേഹത്തിൻ്റെ ആ കഴിവ് അദ്ദേഹത്തിന് കൂടുതൽ ഇനിയും മലയാളികളെ ഞെട്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആദ്യം അദ്ദേഹത്തിനാണ് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഷാജേട്ടൻ വളരെ ഗംഭീരമായൊരു വേഷമാണ് ഇത് ചെയ്തിട്ടുള്ളത്. കുറേ നാളുകളായി അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിൽ തന്നെ അറിയാം അദ്ദേഹം ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എന്താണെന്നുള്ളത്, ഇൻവോൾവ് ആയിട്ടുള്ള എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം പുതിയ നായകൻ മിസ്റ്റർ ആകാശിനും അതുപോലെ തന്നെ ഹീറോയിനും ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഈ വർഷത്തിൻ്റെ ആദ്യം തന്നെ ഇതുപോലുള്ള ലെജൻസിനൊപ്പം ഈ ഒരു വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്മകൾ മാത്രം ആശംസിക്കുന്നു. മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഗംഭീര ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അച്ഛന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ആ ഒരു മംഗളകരമായ കർമ്മം നിർവഹിക്കുന്നത് ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം. അച്ച് എന്ന സിനിമയ്ക്ക് ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ ഡോൺ മാക്സ് എന്ന് കുറേ കേട്ടിട്ടുണ്ട്. ഷാജിയായിട്ടാണ് കാണുന്നത്. ഷാജിയും ഉണ്ണികൃഷ്ണനും ഒക്കെ പറഞ്ഞ് ഡോൺ മാക്സിൻ്റെ വർക്കുകളുടെ ഒരു ക്വാളിറ്റിയെ പറ്റിയും ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ആളെ ഇന്നാണ് ഇവിടെ വെച്ച് കാണുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുതിയ ഡയറക്ടോറിയൽ വെഞ്ചർ വലിയ വിജയമാകട്ടെ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയയിലുള്ള വർക്കായിരിക്കും ഇത്. അത് ഈ ട്രെയിലറും അതിൻ്റെ പാട്ടുകളൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മളെ അത് വലിയ എക്സൈറ്റഡ് ആക്കുന്ന ഒരു വിഷ്വൽസാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. സിനിമ കാണാൻ കാത്തിരിക്കുന്നു. സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. നന്ദി.
വിശ്വാസമില്ല, പ്രവൃത്തിയിലാണ് വിശ്വാസം. അതുകൊണ്ട് ഷാജി സംസാരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ആദ്യം എന്ന സിനിമയുടെ അഭിനേതാക്കൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും നിർമ്മാതാവിനും എല്ലാ ആശംസകളും. ഡോൺ ആദ്യമായി സിനിമയിൽ പ്രവർത്തിക്കുന്നത് ഞാൻ എഴുതി ഷാജി സംവിധാനം ചെയ്ത ടൈഗർ എന്ന സിനിമയിലാണ്. അതിലാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഈ സ്പോട്ട് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഐമാക് മെഷീനായിട്ട് ഡോൺ വരുന്നത്. പിന്നെ ഷാജി എന്നെ വഴക്ക് പറയും, ഇല്ലെങ്കിൽ ഞാൻ ഷാജി ഡോണിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിങ്ങളോട് പറയാമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു എഡിറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയെ തന്നെ വളരെ വിപ്ലവകരമായിട്ട് മാറ്റിമറിച്ച ഒരു സിനിമയായിരുന്നു ടൈഗർ. ഡോണിൻ്റെ വരവ്, ഷാജിയുടെ വിഷൻ. ഇപ്പം ഞാനിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഷാജിയോട് പറയുമായിരുന്നു, ഷാജിയാണല്ലോ കുറേ അധികം സ്ഥലത്ത് കാണാൻ പറ്റുക എന്ന് പറയുമായിരുന്നു. അത്രയും ഷാജിയും ഡോണുമായിട്ട് സിങ്ക് ആയിരുന്നു. അപ്പോൾ ഒരു സമയത്ത് ഡോൺ എന്ന് പറയുന്നത് പലരും വിചാരിച്ചിരുന്നത് ഇയാളൊരു വ്യക്തിയല്ല എന്നാണ്, ഇയാളൊരു സോഫ്റ്റ്വെയർ ആണോ ആപ്ലിക്കേഷൻ ആണോ എന്നൊക്കെയാണ് പലരും വിചാരിച്ചിരുന്നത്. എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര്, ഡോൺ മാക്സിലാണോ ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേരിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ് അത്. അപ്പോൾ എനിക്കപ്പോൾ 10-22 വർഷമായിട്ട് ഡോണിൻ്റെ വർക്കിനെ അറിയാം. ഭയങ്കര ക്വാളിറ്റി വർക്കാണ്, ഹൈലി ടാലൻറ്റഡ് ആണ് ഡോൺ. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം, എൻ്റെ പുതിയ സിനിമയുടെ ട്രെയിലർ ഇന്നലെ ഡോൺ എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നു. ഈ മാർച്ചിൽ ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്ന നിവിൻ പോളി അഭിനയിക്കുന്ന സിനിമയുടെ ട്രെയിലർ ഡോണാണ് ചെയ്തത്. അതൊരു 3 ദിവസം കൊണ്ട് അതിഗംഭീരമായിട്ട് ഡോൺ അത് ചെയ്ത് ഇന്നലെ എനിക്ക് തരികയും ചെയ്തു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചത് ഈ ഫംഗ്ഷന്, അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ വിട്ടുപോയേ എന്ന് തോന്നുന്നു. എന്തായാലും ഡോണിന് എല്ലാവിധ ആശംസകളും. ഷാജി സംസാരിക്കുമോ? ഷാജി ഇല്ല. അപ്പോൾ ഷാജിക്ക് വേണ്ടി കൂടി ഞാൻ ഡോണിനെ ആശംസിക്കുന്നു. കാരണം എല്ലാ രീതിയിലും ഡോണിൻ്റെ ഗുരുസ്ഥാനത്തുള്ള ആളാണ് ഷാജി. അതിന് ആദ്യ സാക്ഷിയായ ആളുമാണ് ഞാൻ. കാരണം ഞങ്ങളുടെ സിനിമയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് വരുന്നത്. സോ ഈ സിനിമയ്ക്ക് ഇതിൻ്റെ പുറകിലും മുമ്പിലും പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ. എൻ്റെ അച്ഛൻ്റെ പേര് സേനൻ എന്നാണ്, സെബാൻ എന്നല്ല. 2 പ്രാവശ്യമായിട്ട് പറഞ്ഞു ഞാൻ സന്ദീപ് സേനൻ, നിർമ്മാതാവ്. എല്ലാവർക്കും ആക്ട് എന്ന് പറയുന്ന ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ചും ഡോൺ, ഈ പറഞ്ഞതുപോലെ ഡോൺ എപ്പോഴും ഒരു വിസ്മയമായിരുന്നു. യൂഷ്വൽ ഒരു സിനിമയുടെ എഡിറ്റ് പാറ്റേണിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് വിസ്മയവുമായി ഞങ്ങളൊക്കെ, എൻ്റെയൊക്കെ കോളേജ് കാലഘട്ടത്തിൽ ഡോൺ ഇങ്ങനെ ഞങ്ങളെയൊക്കെ വിസ്മയിപ്പിച്ച എഡിറ്ററാണ്. ഞാൻ ആദ്യമായിട്ട് ഡോണിനെ കാണുന്നത് ബാബ കല്യാണിയുടെ ലൊക്കേഷനാണെന്ന് തോന്നുന്നു. ഷാജികളുടെ തന്നെ പടത്തിൻ്റെ ലൊക്കേഷനിൽ സ്പോട്ട് എഡിറ്ററായിട്ടാണ് കാണുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഡോണിൻ്റെ വർക്ക്സ് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം ഡോണിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു മികച്ച എഡിറ്ററാണ്. നല്ല എഡിറ്റേഴ്സ് നല്ല സംവിധായകരാകുന്നു എന്ന് പറയുന്നതിൽ അതിശയമില്ല. അപ്പോൾ ഡോൺ, എനിക്ക് തോന്നുന്നു ഡോണിൻ്റെ 3ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു ഡയറക്ടോറിയൽ. അപ്പോൾ ഒന്ന് ഡോണിന് എൻ്റെ ആശംസകൾ. ഞാനൊരു വലിയ ശിവഭക്തനായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആദ്യത്തെ പാട്ട് എനിക്ക് ഭയങ്കര രോമാഞ്ചം, ഗൂസ് ബംസ് ഉണ്ടായൊരു പാട്ടാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ആ പാട്ട് മ്യൂസിക് ഡയറക്ടർ ചെയ്ത പാട്ടും എൻ്റെ ആശംസകൾ, വിനായക് ശശികുമാറിന് ഉൾപ്പെടെ. പിന്നെ ഞാനിവിടെ എത്താൻ മറ്റൊരു കാരണം, ഒന്ന് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ ഞാൻ കാണുന്നത് ഷാജു. അദ്ദേഹം എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിത്വത്തിനുടമയും ഒരു അതിഗംഭീര നടനുമാണ്. അദ്ദേഹത്തിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ നേരത്തെ ട്രെയിലറിൽ നമ്മൾ കണ്ടത്, പാട്ടിൽ കണ്ടത്, സോറി. അപ്പോൾ അദ്ദേഹം ട്രെയിലറിലും പാട്ടിലും. പിന്നെ എൻ്റെ കുഞ്ഞനിയൻ ആകാശിനെ ഞാൻ സച്ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ കാണുന്നത്.
ആകാശിൻ്റെ അമ്മ ചേച്ചിയും എല്ലാം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ക്ലോസ് ഫാമിലി ബോണ്ട് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ആകാശിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഞാനും എക്സൈറ്റഡ് ആണ് കാണാനായിട്ട്. ആൻഡ് ടു ഷാജോൺ പുള്ളി എൻ്റെ സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ച് വന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് കാണാൻ പറ്റിയില്ല, എവിടെയെങ്കിലും വെച്ച് കണ്ടതിൽ സന്തോഷമുണ്ട്. ഞാൻ അവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിനും മറ്റ് ഇതിൽ അഭിനയിച്ച നയന എൻ്റെ സുഹൃത്താണ്. മറ്റ് എല്ലാ ആർട്ടിസ്റ്റ്, ആക്ടേഴ്സ് ആൻഡ് ഓൾ ദ ടെക്നീഷ്യൻസ് ഈ സിനിമ ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. എന്നെ ഇങ്ങനെ ഒരു വേദിയിൽ ഗസ്റ്റായിട്ട് വിളിച്ച ഇതിൻ്റെ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഹൈസൻ, ബോഡി അസ്നാർ, മനു, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇത്രയും വലിയ ഡയറക്ടേഴ്സിൻ്റെ മുമ്പിൽ ഇത്രയും വലിയൊരു സ്റ്റേജിൽ എനിക്ക് വന്ന് നിൽക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ എൻ്റെ രവിക്കുട്ടൻ, എവിടെ എൻ്റെ DNA സിനിമയുടെ എൻ്റെ ക്യാമറാമാനായിരുന്നു. അദ്ദേഹം DNA എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യനാണ്. DNA സിനിമ ചെയ്തതിൽ അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദി. എങ്കിലും ഈ ഒരു സിനിമ ഡോൺ മാക്സിൻ്റെ ഒരു വലിയൊരു ചിത്രമായി മാറട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും. അതിൻ്റെ എനിക്ക് ഒരുപാട് പറയാനില്ല, എഡിറ്റിങ്ങിനെ പറ്റിയോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഡോൺ മാക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അത് ഷാജിക്കാല സാറും ഉണ്ണികൃഷ്ണൻ സാറും അവർക്കറിയാവുന്ന കാര്യമാണ്. എല്ലാവരോടും ഒരുപാട് നന്ദി. ഷാജു ചേട്ടാ, നസീർക്ക, ഷാജു ചേട്ടാ, എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. താങ്ക് യു. ഈ പടം ഒരു വലിയ വിജയമായി മാറട്ടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഞാനേറെ ആരാധിക്കുന്ന ഷാജിക്കാല സാർ, സിബി മലയിൽ സാർ, ഉണ്ണിയേട്ടൻ, എല്ലാവരുടെയും മുമ്പിൽ നിൽക്കാൻ പറ്റിയ സന്തോഷം. ഏറെ പ്രിയപ്പെട്ടവരുടെ ഒരു സിനിമയാണ്. കാരണം ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴും അല്ലാതെ തന്നെ എനിക്കിതിൻ്റെ കഥ അറിയാം. പിന്നെ ഡോൺ മാക്സ് എത്രത്തോളം മികച്ച ഒരു ടെക്നീഷ്യനാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതേപോലെ DOP രവിചന്ദ്രൻ എന്നോടൊപ്പം നിരവധി സിനിമകൾ ചെയ്ത് എക്സ്ട്രീം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു DOP ആണ്. അപ്പോൾ ഇവർ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു വിഷ്വലി ഒരു ഗംഭീര സംഭവം ഉണ്ടാവും. അതേപോലെ മൾട്ടി ടാലൻറ്റഡ് ആണ് നമ്മുടെ ഷാജി ചേട്ടൻ. അപ്പോൾ ഷാജി ചേട്ടന് കുറേ വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ കഴിവിനൊത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിലൂടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ഒരു കഴിവ് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഈ സിനിമ നസീറേട്ടൻ, ഷാജോൺ ചേട്ടൻ, എല്ലാവർക്കും ആശംസകൾ. ഈ സിനിമ ഒരു വലിയ വിജയമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഇഷ്ടമാണ്. ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളത്. ഇതൊരു ഗംഭീര സിനിമ ആവട്ടെ. എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. താങ്ക് യു. ഒരുപാട് സന്തോഷം ഇന്നിങ്ങനെ ഈ വേദിയിൽ വന്നേക്കാൻ പറ്റിയതിൽ. കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള കുറച്ച് മുമ്പ് ഞങ്ങളുടെ പടം ഉണ്ടായിരുന്ന ആഘോഷം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ പടം. ആൻഡ് അതിനുശേഷം അടുത്തൊരു ഓഡിയൻസിന് വന്നുകൂടെ നിൽക്കാൻ പറ്റി. ഞങ്ങൾ ഷാജിസാറിനെ എലോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോൺ ചേട്ടനായിട്ട് പരിചയപ്പെടുന്നത്. അപ്പം ഈ സിനിമയുടെ ഒരു കുറച്ച് ഭാഗങ്ങൾ ഷൂട്ടും എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോഴാണ് ഡോൺ ചേട്ടൻ പറഞ്ഞ 2 പാട്ടുണ്ട് അതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പാട്ട് നദിയെ, ആൻഡ് ദർ ഇസ് വൺ മോർ സോങ് ഇപ്പോൾ ഇടയ്ക്കൂടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒഴുകി ഒഴുകുന്നൊരു സോങ്. ആ സോങ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 2 സോങ്ങാണ് ഈ മൂവിയിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും സിനിമയ്ക്ക് നേരെയാണ്. സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ. ഒരുപാട് നാളത്തെ ഒരുപാട് പേരുടെ പ്രയത്നമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നമസ്കാരം. ഒരുപാട് ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡോൺ ചേട്ടനോടെ ഞങ്ങൾ ആദ്യമായിട്ട് കൂടിയൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കണ്ട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. പ്രത്യേകിച്ച് ഷാജു ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷനോടുകൂടിയാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. കാരണം ഞങ്ങളിപ്പോൾ ഷാഹിക്കയുടെ പടം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തൃശ്ശൂർ. അപ്പോഴാണ് ഈ സിനിമയെ പറ്റിയിട്ട് അദ്ദേഹം എന്നോട് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും കുറച്ച് റഷസും ഇതുപോലെ കുറച്ച് സോങ്ങിൻ്റെ കട്ട്സുകളും ഒക്കെ എന്നെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വളരെയധികം എക്സൈറ്റഡായി, കൊള്ളാലോ ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്നിങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എന്തായാലും അമ്മയെ കൂട്ടി വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ ഫംഗ്ഷൻ ജോയിൻ ചെയ്തത്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ഡോൺ മാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുതിലേ മുതലേ സിനിമയോട് ഭ്രാന്ത് മൂത്ത് നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ടൈറ്റിൽസ് എല്ലാം ശ്രദ്ധിക്കുമായിരുന്നല്ലോ. അപ്പം
എഡിറ്റർ എന്ന് കാണുമ്പോൾ ഡോൺ മാക്സ് എന്ന് എഴുതി കാണിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇതെന്തോ ഒരു സംഭവമാണ്, ഐ മീൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആണ്. ഇപ്പോൾ സാറ് ചോദിച്ചില്ലേ ഡോൺ മാക്സിലാണോ എഡിറ്റ് ചെയ്തത് എന്നൊക്കെ ചോദിച്ച പോലെ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഡോൺ മാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കിടലനായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പേരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതോ ഫോറിനർ ആയിരിക്കും, മലയാളിയല്ല എന്തായാലും, കാരണം ഡോൺ എന്നൊക്കെ കേട്ട് നമുക്കിങ്ങനെ പരിചയമായി വരുന്ന ഒരു പേരും കൂടിയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നിവിടെ വന്ന് ആദ്യമായി ഞങ്ങൾ കണ്ടു. എൻ്റെ അടുത്ത് പറഞ്ഞു താങ്ക്സ് ഫോർ കമ്മിങ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് കത്തിയത്, യെസ് ഇതാണ് ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്ന ആൾ എന്നുള്ളത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കൂടുതലൊന്നും സംസാരിക്കാനും പറ്റിയില്ല, സോറി കേട്ടോ. അപ്പോൾ അങ്ങനെ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഈ ഒരു നല്ലൊരു ത്രില്ലർ, നമ്മൾ ട്രെയിലർ കണ്ടു, വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള, നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും ഇത് എന്നുള്ളത് ആ ഒരൊറ്റ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. എല്ലാവർക്കും ഇതിൻ്റെ പിന്നിലും മുന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ആദ്യം കാണിച്ച പാട്ട് ഇപ്പോഴേ ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. എല്ലാവർക്കും അറിയാം ഞാനൊരു ഡാൻസറും കൂടിയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു 1-2 വർഷം സ്റ്റേജിൽ ഇട്ടോടിക്കാനുള്ള ഒരു പാട്ടായിട്ടുണ്ട് ഇത്. അപ്പോൾ ആ പാട്ട് ഞാൻ അടക്കമുള്ള എല്ലാ ഡാൻസേഴ്സും ഇനി എടുക്കും എന്നുള്ളത് ഷുവറായിട്ടുള്ള കാര്യമാണ്. സോ വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഡോണിനെ എനിക്കൊരു 13-14 വർഷമായിട്ട് അറിയാം. ഇത്രയ്ക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു എഡിറ്റർ, ശരിക്കും പറഞ്ഞാൽ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇത്രയും ഈ പറഞ്ഞ പോലെ 20 years 25 years ആയിട്ട് അവൻ ഫീൽഡിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത്രത്തോളം ടാലൻറ്റും അത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയതുകൊണ്ട് തന്നെയാണ്. സോ ലെറ്റ്സ് ഗിവ് ഹിം ആൻഡ് ഹിസ് ഹോൾ ടീം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഇതൊന്നും പോരാ, നമ്മൾ ട്രെയിലർ കണ്ടതല്ലേ. സോ സന്ദീപേട്ടൻ പറഞ്ഞ പോലെ ആദ്യത്തെ ആ പാട്ട് തന്നെ ഗംഭീരമായിരുന്നു, ഭയങ്കര ഗൂസ് ബംസ് തരുന്നൊരു, എസ്പെഷ്യലി നമ്മൾ കുറച്ച് സ്പിരിച്വൽ ആണെങ്കിൽ ആ പാട്ട് നമ്മളെ വേറൊരു ലോകത്തിലേക്ക് എത്തിക്കുന്ന പാട്ട് തന്നെയാണ്. അപ്പോൾ സൂപ്പർ ഡൂപ്പർ ഒരു ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരിക്കും. ആൻഡ് രണ്ടാമത്തെ പാട്ട് റിലീസ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ എന്തായാലും പക്ഷെ അത് ഫുള്ള് നിങ്ങൾ കേൾപ്പിച്ചില്ലാത്ത വിഷമമുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ അഗൈൻ വേറൊരു ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നദി എന്നുള്ള പാട്ട് ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയയിൽ ഒരു ആവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈബർ ക്രൈം, സ്പെഷ്യലി ഡാർക്ക് വെബ്, അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നീഡ് ഓഫ് ദ അവർ ആണ്. നമ്മൾ ഒത്തിരി കാണുന്നതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഓരോ ന്യൂസും നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചിത്രം ഡെഫിനറ്റ്ലി ഒരു മാറ്റം സമൂഹത്തിൽ വരുത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് അഗൈൻ ചേട്ടന്മാർ, ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും, കാസ്റ്റ് ആൻഡ് ക്രൂ, എവറിബഡി, all the very best and all success for this movie. Thank you so much for inviting me. God bless. And അടുത്ത പടത്തിൽ ഞാനും ഉണ്ട് കേട്ടോ. ഏറെ സന്തോഷം ഇത്തരം ചടങ്ങിലേക്ക് എന്നെ വിളിച്ചത്. ഞാനും ഡോണുമായുള്ള ബന്ധം ഒരു 2 പതിറ്റാണ്ടോളം ഉള്ള ബന്ധമാണ്. അതിനപ്പുറത്തേക്ക് ബ്രദർലി അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ് ഞാനും ഡോണും. എപ്പോഴും സംസാരിക്കുന്ന ഡോണിൻ്റെ ഈ പ്രോജക്റ്റിനെ പറ്റി കഴിഞ്ഞ് കുറേ നാളുകളായി ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ അണിയറയിലും എൻ്റെ മുന്നിലും പ്രവർത്തിച്ച മുഴുവൻ ആളുകളും എൻ്റെ ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. തീർച്ചയായും മലയാള സിനിമയിൽ പതിവ് രീതികൾക്ക് വ്യത്യസ്തമായി നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു വിജയ സിനിമയായി മാറുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അങ്ങനെ തന്നെ ആവട്ടെ. അതിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും. താങ്ക് യു. ഡോൺ മാക്സ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു എൻ്റെ ഉദയനാണ് താരം എന്ന പടത്തിൻ്റെ റിലീസിൻ്റെ ട്രെയിലർ കട്ട് ചെയ്തിട്ട് എനിക്ക് തന്നതേ ഉള്ളൂ. ഗംഭീരമായ ഒരു വർക്കായിരുന്നു അത്. ഡോൺ മാക്സിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. വേറെ ഈ പടത്തിൻ്റെ എല്ലാ സക്സസിനും ഞാൻ എൻ്റെ പ്രാർത്ഥിക്കുന്നു. ഇതിന് പുറകിലും ഇതിൻ്റെ എല്ലാ ടെക്നീഷ്യന്മാരും എല്ലാവർക്കും എൻ്റെ കാൾട്ടൺ ഫിലിംസിൻ്റെ ആശംസകൾ. താങ്ക് യു. എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ട്രെയിലറും സോങ്സും കണ്ടിരിക്കുന്ന വെയിറ്റഡായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അധികം സംസാരിക്കാൻ പാടില്ല.
ഡോൺ മാക്സ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ട്രെയിലറിൻ്റെ രാജാവ്. മലയാളത്തിൽ ട്രെയിലർ കട്ടുകൊണ്ട് സിനിമകളെ തിയേറ്ററിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഒരുപാട് കാലം മുഴുവൻ ഞാനും ഇന്നാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ ആളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. പല സിനിമകളുടെയും ട്രെയിലർ കട്ടിലൂടെ തിയേറ്ററിലേക്ക് ആളുകളെ എത്തിക്കാനായിട്ട് വർഷങ്ങളായിട്ടൊരു എഡിറ്റിങ്ങിൻ്റെ പാറ്റേണിൽ, പ്രത്യേകിച്ച് ട്രെയിലറിൻ്റെ റെൻഡറിങ്ങിലുള്ള പാറ്റേൺ മാറ്റി അട്രാക്റ്റീവായിട്ട് തിയേറ്ററിലേക്ക് ആളുകളെ എത്തിക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ സിനിമ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് നടക്കുകയാണ്. സോങ്ങിൻ്റെ 2 സോങ്ങുകളുടെ ലോഞ്ചും നടന്നു. പ്രത്യേകിച്ച് ഡോൺ മാക്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. സിനിമ വലിയ സക്സസ്സായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഈ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. ഞാൻ ഈ മൂവിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒരു ദിവസം രാവിലെ ഞാനാണ് ഡോൺ ചേട്ടനെ വിളിച്ചിട്ട് നമുക്കൊരു സിനിമ ചെയ്താലോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരവാണ് നമ്മൾ അറ്റെന്നൊരു മൂവി ചെയ്യുന്നു എന്ന്. ഇത് കോവിഡിൻ്റെ ടൈമിലാണ് നമ്മൾ ഈ മൂവി പ്ലാൻ ചെയ്തതും. ഇതിൻ്റെ ക്യാമറ പൂജ ഞങ്ങൾ ഡോൺ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാനായിരുന്നു എൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തതും നമ്മളിതിനു വേണ്ടി ഒത്തിരി ഓടിയതൊക്കെയാണ്. എൻ്റെ ഒരു വലിയ ഭാഗ്യം ഡോൺ ചേട്ടൻ ഡയറക്റ്റ് ചെയ്തൊരു ആഡ് ഫിലിമിന് ക്യാമറ ചെയ്യാൻ സാധിച്ചു. പിന്നീട് ഉണ്ടായ യാത്രയിലാണ് ഈ ഒരു മൂവിയിലേക്ക് ഞങ്ങൾ വരുന്നതൊക്കെ. പിന്നെ അതിൻ്റെ കഥ കേട്ടു. ഈ കോവിഡിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് കാരണം ഞങ്ങൾക്ക് എല്ലാവരുടെയും ഒരു സർവൈവൽ ഇവിടെ പ്രശ്നമായിരുന്നതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരേക്ക് ഇവിടുന്ന് മൂവ് ചെയ്തായിരുന്നു. സോ സിനിമയുടെ പ്രോസസ്സും പ്രോഗ്രസ്സും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരുന്നു. ഇന്ന് ഈ നിമിഷം വരെയും ഈ സിനിമയുടെ റിലീസ് വരെയും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സോളും ഒക്കെ ഞാൻ ഇതിൻ്റെ ബിഹൈൻഡ് ദ ക്യാമറയിലുണ്ട്. രവിചേട്ടൻ ക്യാമറ ചെയ്തു. ഞാനിതിൻ്റെ ട്രെയിലർ കട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെ ലുക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ആകാശിൻ്റെ വീട്ടിൽ പോയിട്ട് ഈ ഷൂട്ട് ചെയ്തത് ഞാനും ഡോൺ ചേട്ടനും കൂടെ ആയിരുന്നു. ആൻഡ് ഈ സിനിമയിൽ ഈ കാണുന്ന ഷാജു ചേട്ടനെ, നിങ്ങൾ ഈ സിനിമയിൽ ഷാജു ചേട്ടൻ എന്ന് പറഞ്ഞാൽ, ഷാജു എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ, ഷാജു ചേട്ടനോട് ഞാൻ ഒത്തിരി പ്രോജക്ട്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷാജു ചേട്ടനെ ഈ മൂവിയിൽ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഷാജു ചേട്ടൻ ഈ വേഷം ചെയ്യണം എന്നുള്ളത്. മലയാളത്തിൽ 2 സിനിമകൾ ക്യാമറ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് വന്നിരുന്നു. എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഈ 2 സിനിമകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയും സൂപ്പർ ഹിറ്റായിരിക്കും. 2-3 വർഷമായിട്ട് ഡോൺ ചേട്ടൻ ഇതിൻ്റെ പിന്നാലെ ഒരുപാട് ഓടുന്നുണ്ടായിരുന്നു. നമ്മൾ അപ്ഡേറ്റ്സ് അറിയുന്നുണ്ട്. എൻ്റെ ബ്രദറാണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ. അരുൺ ഇവിടെ ഉണ്ടാവും തോന്നുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പരിചയമുള്ള ഒരുപാട് പേര് ഇതിൻ്റെ ക്യാമറ മുന്നിലും പിന്നിലും ഉണ്ട്. ഒരുപാട് സന്തോഷം. സിബി സർ, ഷാജു ചേട്ടൻ, ഞാൻ കഴിഞ്ഞ ദിവസം തൊടുപുഴ ലൊക്കേഷനിൽ വന്നിരുന്നു. ലേറ്റായതാണ് ചേട്ടനെ കാണാൻ പറ്റിയില്ല. നസീർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. താങ്ക് യു സോ മച്ച്. ഇവിടെ വിളിച്ചതിനും ഇങ്ങനെ 2 വാക്ക് സംസാരിക്കാനായി അവസരം തന്നതിനും ഒത്തിരി നന്ദി. താങ്ക് യു. ഏറ്റവും ബഹുമാനപ്പെട്ട സിബി സാറ്, സ്നേഹം നിറഞ്ഞ ഷാജി ചേട്ടാ, നസീർക്ക, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എനിക്ക് ഡോൺ മാക്സിനെ ഞാൻ ആദ്യം കാണുന്നത് സ്വർഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ സിനിമയിലാണ്. അതിനകത്ത് ഞങ്ങളോട് യാത്ര ചെയ്യുകയും ഞങ്ങളുടെ സിനിമയിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത വ്യക്തിയായിരുന്നു ഡോണ്. അതിനുശേഷം ഡോണിനോട് ഒത്തിരിയേറെ ചേർന്ന് പല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവസരം കിട്ടി. അതിനേക്കാൾ ഉപരി ഷാജി ചേട്ടനോടും എന്താ പറയുക, ഒരു വലിയ സ്നേഹം ഉണ്ട്. എന്ന് പറഞ്ഞ സിനിമ പലവട്ടം അതിൻ്റെ പല പ്രോഗ്രാമുകളൊക്കെ ഞാൻ കാണുകയുണ്ടായി. എനിക്കപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ സിനിമ ഡോണ് ചെയ്ത് വെച്ചിരിക്കുന്ന വർക്ക് കണ്ടു. അതോടൊപ്പം തന്നെ എത്ര കഷ്ടപ്പെട്ടാലാണ് ഒരു സിനിമ എത്തുക എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ 2 സിനിമ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഈ സിനിമ നന്നായിട്ട് വിജയമാവണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു, സ്വപ്നമുണ്ടായിരുന്നു. ഇങ്ങനെയൊരു സദസ്സ് സ്വപ്നത്തിൽ കണ്ട് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. എനിക്ക് അതുകൊണ്ട് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഈ സിനിമ ലോകം മുഴുവൻ ഏറ്റെടുക്കട്ടെ. പ്രത്യേകിച്ച് ഡാർക്ക് വെബും അതിൻ്റെ സൈബർ ക്രൈമും ഒക്കെ ഒത്തിരിയേറെ കൂടുന്ന ഈ കാലഘട്ടത്തിൽ, നമ്മൾ ഓരോ നിമിഷവും കാണുന്ന ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക്
വളരെ ഇഷ്ടപ്പെടുന്ന ഒരു തീമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭംഗി ഇതിനകത്തുണ്ട്. ഞാൻ അത് കണ്ടിരുന്നു പല പ്രാവശ്യം. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അതോടൊപ്പം ഡോൺ നല്ല സിനിമകൾ ഇനിയും ഡയറക്റ്റ് ചെയ്യട്ടെ എന്നും സിനിമാ മേഖലയ്ക്ക് വേണ്ടി നല്ല ഉദ്ദേശത്തോടെ നിൽക്കുന്ന എല്ലാവരെയും നല്ല വിജയമായി പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇതിന് വലിയൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. കാര്യമായിട്ട് സംസാരിക്കാനൊന്നുമില്ല, അത് പറയാനുള്ളത് വിഷ്വലായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് എൻ്റെ സിനിമ, എൻ്റെ വാക്കുകൾ. ഓക്കെ, താങ്ക് യു.